എന്നാ പറ്റിയടോ? ഒരത്യന്താധുനിക ചെറുകഥ പോലെ. ഈ നാടും പരിസരവും ഒക്കെ കണ്ടപ്പോ മനസ്സ് എവിടേക്കെല്ലാമോ പോയി. എടുക്കട്ടെ ഒരു ഡ്രിങ്ക്? വേണ്ട വേണ്ട, എളുപ്പം എന്നെ അങ്ങ് ഫ്ലാറ്റ് ആക്കി കിടത്തി ചെന്നിരുന്ന് 2 കവിത എഴുതാനാകും പരിപാടി. ആ പ്ലാൻ അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. സ്റ്റൈലൻ തണുപ്പ്, 2 പെഗൂടായപ്പോ നല്ല മൂഡ്. ഒന്ന് ചോദിക്കട്ടെ, ഇത്തരം ഒരു സീനിൽ എല്ലാ റാസ്കൾസും ചോദിക്കാറുള്ള സെയിം ഓൾഡ് ക്വസ്റ്റ്യൻ, എന്താ തന്റെ കഥ? പറയടോ, തന്നെ പറ്റി എന്തെങ്കിലും ചേഞ്ച്? എടുത്തു പറയാൻ മാത്രം ഭംഗിയുള്ള രംഗങ്ങളൊന്നും എന്റെ ജീവിതത്തിലില്ല. ഒന്നൊഴികെ ഓർമ്മയുടെ ചില്ലയൊന്ന് അനങ്ങിയാൽ പൂക്കൾ വീഴുന്നത് ബാല്യത്തിലായിരിക്കും. മുറ്റത്തൊരു പൂവിരിഞ്ഞാൽ, പുതിയൊരു ഉടുപ്പ് വാങ്ങിയാൽ, എന്തിന് മനസ്സിൽ കേൾക്കുന്ന നിസ്സാര പോറൽ പോലും ഓടി വന്ന് എന്നോട് പറയാറുള്ള ഉണ്ണിക്കുട്ടൻ. ഞങ്ങളുടെ ഒരു സംഘം എല്ലാം നഷ്ടപ്പെട്ടു. പുസ്തക സഞ്ചിയും കളിപ്പന്തും വലിച്ചെറിഞ്ഞ് അത് വേഗം ഓടിപ്പോയി, വളരെ വേഗം. ഒരു നിലയ്ക്ക് യു ആർ ലക്കി. ഒരു ബാല്യമെങ്കിലും ഉണ്ടല്ലോ. ഐ ഹാവ് നോ ചൈൽഡ്ഹുഡ്. എന്റെ ഡാഡി, മമ്മി, അവർ ജീവിതം കൊണ്ടാടുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷം 3 കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞായില്ല എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ അതൊരു ചർച്ചാ വിഷയമാകുമെന്നുള്ള ഭയം. അങ്ങനെ ഞാൻ ജനിച്ചു. എന്നെ നോക്കാൻ ഒരായിയെ ഏർപ്പാടാക്കി. അവരെന്നെ പലതും പഠിപ്പിച്ചു, അക്ഷരം മുതൽ സെക്സ് വരെ. ഐ എം സോറി, പറഞ്ഞ് എവിടെല്ലാമോ എത്തി. വല്ലപ്പോഴും ഒരിക്കൽ അല്പം ഉള്ളു തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോയില്ലേ? തോമാച്ചോ, എന്തോ? കുക്കിംഗ് ഉടൻ വരെയായി. ചിക്കൻ റെഡി, ചപ്പാത്തി പാവും. ചപ്പാത്തി ഇപ്പൊ ആവും. ഇപ്പൊ ആവും അല്ലേ? തോമാച്ചന്റെ ചപ്പാത്തി. കള്ളച്ചിരിയുടെ അർത്ഥം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെന്ന്. ഓർമ്മയുണ്ടോ, നമ്മൾ പാരഡൈസിൽ കൂടിയെന്ന് എന്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയത്? GT. ഒരു മൊരടൻ. GTക്ക് തന്റെ മേലൊരു കണ്ണുണ്ട്. സത്യത്തിൽ അവനെ ഒഴിവാക്കാൻ കൂടിയാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അതെ, തന്റെ കാര്യത്തിൽ ഞാൻ കൊതിയൻ തന്നെയാണ്. എനിക്കിപ്പോ ഒരു കൂട്ടു വേണമെന്നുള്ള തോന്നൽ. എന്തിനാ? ഒന്നും അടുത്തിരിക്കാൻ, വായി തന്നെ നോക്കിയിരിക്കാൻ. പിന്നെ പിന്നെ എന്താ? ഇന്നലെ എന്തുവായിരുന്നു? തന്നോടൊത്ത് കഴിയുമ്പോ കിട്ടുന്ന എന്തതിന് പറയുക, ഒരു ഹോംലിനെസ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. സെൽഫിഷ്, പോസസീവ് എന്നൊക്കെ താൻ പറയും. എന്ത് വേണേ പറഞ്ഞു, ഇനി തന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സിലായില്ല. ആ GTയും പാർട്ടിയും. താൻ പുറത്തു വരണ്ട, ഇവിടെ ഇരുന്നു. എങ്ങനെയും പറഞ്ഞു വിടാന്ന് ഞാനും നോക്കട്ടെ. ഓരോന്ന് വലിഞ്ഞു കയറി വരും കൊച്ചു എളുപ്പം കാലത്ത്. മനുഷ്യന്റെ പ്രൈവസിയെ പറ്റി ബോധമില്ലാത്ത വർഗം. എന്തോ എടാ, ഒരു വിരലിന്റെ മറവിൽ കാര്യം കാണുന്ന നീയാണോ ഇത് പറയുന്നത്? അത് ഞങ്ങളോട്. പിന്നെ ഇവിടെ കുടിയേറി പാർക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. മല കയറി വന്നതിന്റെ കിതപ്പ് മാറ്റാൻ ഒരു അത്താണി. വൈകിട്ടാകുമ്പോ ഞങ്ങള് പൊക്കോളാടാവി. അതൊക്കെ പോട്ടെ, മരണ വിശപ്പ്. തോമാച്ചനവിടെ? തോമാച്ചോ,
ആഹാ കച്ച 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 കച്ച. എന്തുണ്ട് തോമാച്ച കഴിക്കാൻ? വെള്ളയപ്പം വെജിറ്റബിൾ കറി. അയ്യേ വെജിറ്റബിൾ കറി അതന്നെ മറ്റോ കൊണ്ടക്കൂടെ ഗർഭരക്ഷയ്ക്ക്. ഫ്രണ്ട്സ് ലുക്ക്. പൊന്നുകോഴി. നിന്നെയൊക്കെ കൂടെ കൊണ്ടുവന്നു കോഴിനെ പിടിക്കാൻ പോലും പറ്റും. നിന്നേക്കാളും വലിയ കോഴിയാടാ ഞാൻ. തോമാച്ച ഈ പ്രിപ്പറേഷൻ അറിയാമോ? ഇല്ല. ഇതാണ് ചിക്കൻ ഷുഡാൽ ഫിഷ്. ഫ്രണ്ട്സ് ലുക്ക്. ആഹാ ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. സുന്ദരി. ഒരു സംസ്കാരം. ആ ഇരുന്നേ. ആട്ടെ നിന്റെ കമ്പനി വിളി. ഞാനല്ലേ കണ്ടിട്ടുള്ളൂ, ഫ്രണ്ട്സ് കണ്ടിട്ടില്ലല്ലോ. എന്ത് കമ്പനി? ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ദോസ്ത് വേല വേലായുധനോട് വേണോ? താവളം മാറി വന്ന മമ്മിയെ പറ്റിയും മമ്മി വളർത്തുന്ന പിടക്കോഴികളുടെ ടെക്നിക്കൽ എക്സലൻസിയെ പറ്റിയും നേരത്തെ പാട്ടാ. ഒന്ന് ഒളിക്കാമെന്ന് കരുതണ്ട, ഞങ്ങൾ അവരെ കണ്ടിട്ടാ വരുന്നത്. ആഹാ വന്നാലും മിസ് അരുന്ധതി മേനോൻ. ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് സ്റ്റാഫ്? അല്ലെങ്കിലും സെലക്ഷന്റെ കാര്യത്തിൽ ദോസ്തൊരു മന്നന. എത്ര പേരെ നമ്മൾ പങ്കിട്ടതാ. തൽക്കാലം സ്വർഗത്തിൽ ഒരു കട്ടണം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പറദോസ് എന്നാ നമുക്ക് കൂടേണ്ടത് മിസ് മേനോനുമൊത്ത്? എടുക്കടാ കൈ. കൈ എടുക്കാനാ പറഞ്ഞത്. ഓടാ. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ കൈ പിന്നീട് ഉയരുകയില്ലായിരുന്നു. ദോസ്തായന്റെ പേരിൽ ക്ഷമിക്കുന്നു. ഒന്നോർത്തോളൂ, ഈ ജീറ്റിയുടെ ദൃഷ്ടി വീണ ഒരു മുട്ടും ജീറ്റിക്കായി വിടരാതിരുന്നിട്ടില്ല. സിയോ വട. സാരമില്ല, take it easy. No, I just can't take certain things easy. തന്റെ ഖറുവാരിയില്ലേ ആ തടിച്ചിത്തള്ള, അവൾ ആളെങ്ങനെയാ? പൊന്മുട്ടയിടുന്ന താറാവിനോടുള്ള സ്നേഹം, അനുകമ്പ, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. എന്താ? അവരാവശ്യപ്പെടുന്ന തുക കൊടുത്ത്
എനിക്കൊരു പ്രൊമോഷൻ തന്നാലോ? ചെറിയൊരു പ്രൊമോഷൻ. ജെയിംസിന്റെ മോഡൽ, ജെയിംസിന്റെ മാത്രം, ജെയിംസിന്റെ കേപ്പ്. ഉം